ഉത്സവപ്പറമ്പുകളിൽ ആഘോഷത്തിന്റെ ആരവമുയരുമ്പോൾ കലയുടെ കേളികൊട്ടും ആരംഭിക്കുന്നു. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ബാലെ. വേദിയിൽ കയറേണ്ടി വരുമ്പോൾ വെപ്രാളപ്പെടുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു തട്ടിക്കൂട്ടു ബാലയുമായി ഇതാ നിങ്ങൾക്ക് മുൻപിൽ. എന്തു പറ്റി മാഷേ? ഇരുന്ന് വിറക്കേണ്ടല്ല, പനി പിടിച്ചാ? ഏയ് അതല്ലടാ, ബാലെ തുടങ്ങാറാകും തോറും ഉണ്ടല്ലോ എന്റെ ഉള്ളി ഇതൊരാന്തല. ഓ, അതെല്ലാ ശൈലുള്ളതല്ലേ? അതല്ലെന്ന് നീ ആ കമ്മിറ്റിക്കാരെ ശ്രദ്ധിച്ചോ? നമ്മളെ എന്തോ അർത്ഥം വെച്ച് തുറച്ചു നോക്കുന്ന പോലില്ലേ? അതിന് നമ്മൾ ബാലെ കളിച്ചില്ലല്ലോ. കളിച്ചെടുത്ത് എന്ന് അന്വേഷിച്ചാലും പോരെ? അങ്ങനെയൊക്കെ അന്വേഷിക്കോ? പിന്നെ ആശാനെ, കഴിഞ്ഞ 6-ാം തീയതി നമ്മൾ തിരുവല്ല അമ്പലത്തിൽ പരിപാടി കളിച്ചില്ലായിരുന്നോ? കളിച്ചായിരുന്നു. അതെ, അവിടുത്തെ കമ്മിറ്റിക്കാര് വിളിക്കുന്നു. അവരുമായിട്ടുള്ള പ്രശ്നം നമ്മൾ അവിടെ വെച്ചാ പറഞ്ഞു തീർത്തതാണല്ലോ. അതല്ലെന്ന്, അന്ന് ആശാന്റെ കവളത്ത് ശൂലം കുത്തിയപ്പോ എന്തോ നാരങ്ങ കുത്താൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞേട്ട്. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത കമ്മിറ്റിക്കാര് ഒരു പണി ചെയ്താൽ തീർത്ത് ചെയ്യത്തുമില്ല. ഒരു പണിയേ, അടുത്ത മാസം ഹരിപ്പാട് അമ്പലത്തിലോട്ട് വരാൻ പറ. അതാകുമ്പോ ഹരിപ്പാടുകാർക്ക് ശൂലവും കുത്താം, ഇവർക്ക് നാരങ്ങയും കുത്താം. അപ്പൊ ഹരിപ്പാട്ടുകാരെങ്ങനെ നാരങ്ങ കുത്തും? ഇവിടെ സീസൺ തീർന്നില്ലല്ലോ, അവസരം കിടക്കുമല്ലേ. അതെ, പിന്നെ അവരോട് പ്രത്യേകം പറഞ്ഞേക്കണം നാരങ്ങ എടുക്കാൻ മറക്കരുതെന്ന്. പിന്നെ അവസാനം ഇവിടെ വന്നിട്ട് ഞാൻ വർത്താനം എന്നോട് പറഞ്ഞേക്കരുത്. ചേടാ, ശൂലം കുത്തി കുത്തി ഇപ്പൊ സോഡ കുടിക്കുമ്പോൾ ഷവറിൽ നിന്ന് വെള്ളം വരുന്ന പോലാണല്ലോ. ആശാനെ, നമുക്ക് ഈ ഫ്രണ്ട് കട്ടൻ അങ്ങ് ഒഴിവാക്കിയാലോ? ഒക്കോണം, അതുള്ളതുകൊണ്ടാ കല്ലേറ് തടയാൻ പറ്റുന്നത്. ആശാനെ, ഒരു ഐഡിയ. എന്തോ ചേട്ടാ? നമുക്ക് കർട്ടൻ മാറ്റി ഷട്ടറാക്കിയാലോ? അതാകുമ്പോ താഴ്ത്തി പൂട്ടിയ പിന്നെ പുറകിൽ നിന്നുള്ള ആക്രമണം സൂക്ഷിച്ചാ മതിയല്ലോ. എങ്ങനെയുണ്ട്? അയ്യോ എടാ, അത് പുറത്തുനിന്നെങ്ങാനും ആൾക്കാർ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോത്തില്ലേ? അത് ശരിയാണല്ലോ അല്ലേ? ആ അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് തുണി കൊണ്ട് ഫ്രണ്ട് കട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അവൻ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നത്. ആശാനെ, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. എന്തോന്നു? നമുക്ക് ഈ കട്ടൻ പൊക്കാതെ അങ്ങ് ബാല കളിച്ചാലോ? എടാ, കട്ടൻ പൊക്കാതെ കളിച്ച ബാലെ ആര് കാണും? കർട്ടൻ പൊക്കിയിട്ട് ഇത് ആര് കാണുന്നു? ആശാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ മോളെ? ബാല കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ എനിക്ക് സൈഡ് സീറ്റ് വേണം. അതെന്തിനാ? ഇല്ലെങ്കിൽ ഞാൻ ഛർദിക്കും. ബാല, തിരിച്ചു പോകുമ്പോ സൈഡ് സീറ്റ് ഇവക്ക് കൊടുക്കണം കേട്ടോ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. ഇന്നത്തെ പരിപാടിയുടെ കഴിഞ്ഞാ പിന്നെ ചെയ്യണം. ആഹാ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ പിന്നെ ചെയിൻ പ്രോഗ്രാം ആണോ? അതല്ലെന്ന്, പിന്നെ ഇനി ഈ ചെയിനും കൂടി ഉള്ളു പണയം വെക്കാൻ. ആശാനെ, ചെയിൻ പണയം വെക്കരുത്. ആശാനെ, പണയം വെക്കരുത്. കണ്ടോടാ, ആത്മാർത്ഥതയുള്ള ഒരുത്തരെങ്കിലും എന്റെ കൂട്ടത്തിലുണ്ടല്ലോ. വിറ്റുകളാ പണയം വെച്ചിട്ട് ഇത് ആര് തിരിച്ചെടുക്കാനാ? ആ ശശി എന്തി? അവൻ ഇതുവരെ വന്നില്ലേ? വന്നെന്ന് പതിവ് പോലെ കള്ളും കുടിച്ചോണ്ട് വന്നത് അവിടെ പിണങ്ങിയിരിപ്പുണ്ട്. അതെന്തിന്? അവന് ശമ്പളം കൂടുതൽ കൊടുക്കണമെന്ന്, പോരാത്തതിന് അവനെ ശ്രീകൃഷ്ണനും കൂടെ ആക്കണമെന്ന്. പിന്നെ ബ്രഹ്മാവ് ചെയ്യുന്ന ലാലിന് 3 മാസമായി ശമ്പളം കൊടുത്തിട്ട്, പിന്നെ ആ വടം ചെയ്യുന്ന ഇവന് പോയി വിളിച്ചോടാ അവനെ. ശശി, നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. വളരെ അച്ചടക്കത്തോടും ഡിസിപ്ലിനോടും കൂടി പോകുന്ന ഒരു സമിതിയാണിത് കേട്ടോ. ശശി, നീ എന്തിനാ കള്ളു കുടിച്ചിട്ട് ഇപ്പൊ ഈ തട്ടേ കയറിയത്? സാറേ, ഞാൻ എന്തെങ്കിലും കള്ളു കുടിക്കാതെ തട്ടേ കയറിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നാ കുഴപ്പം? ഇന്ന് എന്റെ സങ്കടം കൊണ്ടാ ഞാൻ കുടിച്ചേ. നിനക്കെന്നാടാ ഇതിനും വേണ്ടി സങ്കടം? ഈ ബാലയിൽ ആപ്പാട് 7 വേഷമുണ്ട്. അതിൽ 4 വേഷം ആശാൻ തന്നെ ചെയ്യും. പിന്നെയുള്ളതോ രാജാവും രാജഗുരുവിന്റെയും വേഷ. അത് ദവനും ദിവനും ചെയ്യും. ബാക്കിയുള്ളവന് സ്ഥിരമായിട്ട് ഭടൻ, ഭൂതം, രാക്ഷസൻ ഇങ്ങനെയുള്ള വേഷങ്ങളാ. നിന്റെ രൂപത്തിന് പറ്റിയ ഏറ്റവും നല്ല വേഷമാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശാനെ, അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം എനിക്ക് തന്നുകൂടെ? എന്തിനാ ആശാനെ എന്നോട് ഈ അണവണങ്ങണ? എന്നാന്ന്? അവഗണന ആയിരിക്കുള്ളൂ അല്ലേ? അതെ അതെ. കണ്ട, ഇതാണ് ഞാൻ ഇവന് ഡയലോഗ് ഉള്ള ഒരു വേഷം പോലും കൊടുക്കാത്തത്. നീ ഇത് കേൾക്കണം. ഇവന്റെ ശല്യം കാരണം കഴിഞ്ഞ ബാലയിൽ ഞാൻ ഇവന് ദുശ്വാസനായിട്ട് വേഷം കൊടുത്തു. അതറിയല്ലോ. ഇവനോട് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് 6 സാരി അഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ ആ പെണ്ണുമ്പുഴയുടെ മുഴുവൻ സാരി അഴിച്ചു കളഞ്ഞു. അയ്യേ, ആണെന്ന്. എന്റെ ആ ഒറ്റ ട്രിക്ക് കാരനല്ലേ പിന്നെയുള്ള ബാലയ്ക്കൊക്കെ ആള് കൂടിയത്. ഇതൊന്നും അല്ല എന്റെ വിഷയം. പിന്നെ എന്നതാ? ഈ ബാലയിൽ അവസാന സീനിൽ യുദ്ധം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിന് കഴിഞ്ഞ സ്റ്റേജിൽ ഈ ബാലയുടെ അവസാനം എന്നെ ഉൾപ്പെടുത്താതെ യുദ്ധം നടത്തി? എടാ വേട്ടാവളിയാ, അത് യുദ്ധമായിരുന്നോ? പിന്നെ എടാ, ബാലെ പൊളിച്ചിട്ട് കമ്മിറ്റിക്കാർ സ്റ്റേജിൽ കയറി തല്ലുവല്ലായിരുന്നോ? കളർലൈറ്റ് ഫ്ലിക്കറും വന്നപ്പോ ഞാൻ ഓർത്ത് യുദ്ധമാന്ന്. അത് ആശാന്റെ മുഖം കമ്മിറ്റിക്കാരെ ആ സ്വിച്ച് ബോർഡിൽ വെച്ച് ഉരച്ചതാ. നിന്റെ അമ്മയുടെ അനിയത്തിയുടെ വീടിനടുത്ത സ്റ്റേജിൽ നിന്നെ ഞാൻ കൃഷ്ണനാക്കാം. അപ്പൊ ഇത് ആശാന്റെ അമ്മയുടെ അനിയത്തിയുടെ വീടിനടുത്തുള്ള സ്റ്റേജ് ആണോ? അവിടുന്ന്. അപ്പൊ എല്ലാരോടും കൂടി ഒരു കാര്യം പറയാൻ പോവാണ്. ഞാൻ ബാലെ തുടങ്ങാൻ പോവാ.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. ആശാനെ എനിക്കൊരു സംശയം. ആ ചോദിച്ചു. നമ്മുടെ നടി പ്രമീളയും ലൈറ്റ് ഓപ്പറേറ്ററായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ചേട്ടവനെ എടാ ബാലയുടെ ഇടയ്ക്കുള്ള എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാനാ പറഞ്ഞത്. ബാലയുടെ ഇടയ്ക്കുള്ള ആ ലൈറ്റ് ഓഫിലാണ് എനിക്ക് സംശയം. ആണോടാ? ആശാനെ നിന്റെ സംശയം ചോദിച്ചു. ആശാനെ ആ. ഈ ഇന്റർവെൽ കഴിഞ്ഞിട്ടേ എന്റെ ആദ്യത്തെ സീൻ എപ്പോഴാ വരുന്നേ? ആദ്യം ഇത് ഇന്റർവെല് വരെ എത്തുമെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ ഇന്റർവെല് കഴിഞ്ഞുള്ള കാര്യം. എക്സ്ക്യൂസ് മീ. ആരാ അത്? ആരായാലും അവനൊരു ആരാച്ചാരുടെ ഡുക്കില്ലേ ആശാനെ? ബൈ ദ ബൈ, ഈ സമിതിയുടെ ആശാനാരാ? ഐ മീൻ ഓണർ. നീ വേണേ ഇച്ചിരി നേരം വായിക്കൂ. വേണ്ട തലയിരിക്കുമ്പോ വാലാടണ്ട. എന്റെ തല പോകാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. നീ വേണേ വായിക്കൂ. ഞാനില്ല, ഒന്നാലും ഞാനില്ല. ഞാൻ തന്നെ ആശാൻ. ബൈ ദ ബൈ, നിങ്ങളുടെ ഇന്നത്തെ ബാല സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ ഞാനാണ്. എന്താ കുട്ടിയുടെ പേര്? പ്രമീള. ഞാൻ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത്. എനിക്ക് 3 ടെക്സ്റ്റൈൽസ് ഉണ്ട്, 2 ഓടി കാറുണ്ട്, ഒരു റിസോർട്ട് ഉണ്ട്, 3 ബെൻസ് ഉണ്ട്. പക്ഷേ സെൻസ് ഇല്ല, കോമൺ സെൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടെക്സ്റ്റൈൽസ് മുതലാളിയാണ്. അപ്പോൾ എന്റെ കടയുടെ പരസ്യം നിങ്ങളുടെ ബാലയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയണം. ഇത്രേ ഉള്ളോ? 2-2.5 മണിക്കൂർ കടിച്ചാ പൊട്ടാത്ത വാക്കുകളിട്ട് അമ്മാനമാണെന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ? ഇതാണ് പരസ്യവാചകം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഞങ്ങളുടെ ഈ ബാല ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാൻ ഇതൊന്ന് വായിച്ച്. ദൃഢഗാത്രർക്കും കൃതഗാത്രർക്കും ഒരുപോലെ അലങ്കൃതമായ വർണ്ണവസ്ത്രങ്ങളുടെ ഹൃദയപുളികിതമായ ശേഖരം, വിസ്ത്രോത്ബലമായ ഷോറൂം, മിതോന്മമായ വിലക്കുറവിൽ, മേന്മയും നന്മയും മിത ചേർന്ന ഒരേ ഒരു വസ്ത്രാലയം, പുഷ്കരൻ ടെക്സ്റ്റൈൽ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ആര് പറയും? ആശാൻ പറയണം. ആശാനോ ഒരുപാട് പറയും. ഘണ്ടാകർണ ക്ഷേത്രം എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ അമ്പലത്തിലെ പരിപാടി വന്നിട്ട് പിടിക്കാതിരുന്ന മനുഷ്യനാ. നീ പറയടാ. ഞാൻ പറയും, പക്ഷെ ഇത് പറയില്ല. അതെ, എന്റെ സ്ഥാപനത്തിന് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പുഷ്കരൻ ടെക്സ്റ്റൈൽസ് പുഷ് ചെയ്ത് പറയണം. ഇതെല്ലാം വായിക്കണ്ടേ? നീ ഒന്ന് വായിക്കണേ. എന്റെ പൊന്നാശാനെ ഞാനില്ല, എന്റെ അണപ്പല്ലിളകിയിരിക്കുവോ? സുഖേ, നീ ഒന്ന് വായിക്കണേ ഇത്. ഇല്ല ആശാനെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം അല്ലേ. ശശി, എന്നാ കറക്റ്റ് ആകട്ടെ. കൃഷ്ണന്റെ അതേ ഷേപ്പാ നിനക്ക്. പീലി വെച്ചാലുണ്ടല്ലോ കൃഷ്ണനാ നീ. കൃഷ്ണൻ തനി കൃഷ്ണനാ. ഇരിങ്ങടെ വെക്കണം. പീലി വെക്കണം. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിന്നെ കൃഷ്ണനാക്കും ഞാൻ. ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്നെ കൃഷ്ണനാക്കോ? ഉറപ്പായിട്ടും ആക്കും നിന്നെ. ഉറപ്പാണല്ലോ. ഉറപ്പായിട്ടും ആക്കും. അതെ, ശരിക്കും നിങ്ങൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? അതായത് ഈ ദൃഢഗാത്രം കൃതഗാത്രം എന്ന് പറഞ്ഞാൽ വലിയവരും ചെറിയവരും. അങ്ങനെ. അതെ. അപ്പൊ ഇതോ? വിസ്ത്രോത്ഭരമായ ഷോറൂം എന്ന് പറഞ്ഞാൽ വലിയ കടയിൽ ചെറിയ വില. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചുരുക്കി പറഞ്ഞ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തുണികൾ, വലിയ കട, ചെറിയ വില, നന്മയുള്ള നമ്മുടെ പുഷ്കരൻ ചേട്ടന്റെ കട. കട പുഷ്കരൻ ചേട്ടന്റെ കട. കട പുഷ്കരൻ ചേട്ടന്റെ കട. നിനക്കിത് എന്തിന്റെ കേടാ? ഇതെന്താ ഇങ്ങനെ? ഇങ്ങനെ പറഞ്ഞാലേ ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പൊ മറ്റേത് പറഞ്ഞാലോ? ജനങ്ങൾ ഇങ്ങോട്ടെത്തും. അയ്യോ, എന്നാ വേണ്ട. ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ തിരികെ എത്തിക്കാൻ പോവാ. മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ആശാനെ, എന്നാടാ? ആശാനെ തിരികെ എത്തിക്കുമ്പോഴേ നമ്മുടെയൊക്കെ ചിത കത്തിക്കുന്ന പോലെ ഒരു തോന്നൽ. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ പൊന്നു മക്കളെ, ഇന്ന് നമ്മുടെ 16ാമത്തെ സ്റ്റേജാ. കഴിഞ്ഞ 11 സ്റ്റേജും തട്ടിമുട്ടിയും നൂൽ വ്യത്യാസത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇന്നും രക്ഷപ്പെടും. ഏത് രൂപത്തിലാണെന്നോ ഏത് വഴി കൂടാണെന്നോ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എല്ലാരും മനസ്സുരുകി പ്രാർത്ഥിച്ചോണം. സിടി കുരുങ്ങലെ ബാലപൊളിയല്ലേ അമ്പലത്തിൽ വാഴും തമ്പുരാന്. ഈ അമ്പലത്തിൽ വാഴും തമ്പുരാന് കുറ്റം കുറവുകളേറെയുണ്ട്. തല്ലാനും കൊല്ലാനും വന്നിടല്ലേ. അന്യദേശത്തുനിന്ന് അന്നം തേടി വന്ന ഒരു പറ്റം പാവം കലാകാരന്മാർ ഞങ്ങളെ അന്യരെ കണ്ടിടല്ലേ. കായികമായിട്ടു നേരിടല്ലേ. കൂമ്പിരിടിച്ചിട്ട് വീഴ്ത്തിടല്ലേ. രംഗം 1. മധുരാപുരിയിലെ കംസന്റെ രാജധാനി. രാജ്യത്തിന്റെ പ്രതിസന്ധി ഓർത്ത് അങ്ങോട്ടും ലിങ്ങോട്ടും ഉലാത്തുന്ന സേനാപതി.
ആരെവിടെ? കുടിയൻ അല്ല അടിയൻ മഹാരാജാവ് ഹംസ. ഹംസയല്ലടാ കംസൻ. ആ അങ്ങേരെ പള്ളിയോർക്കം കഴിഞ്ഞ് ഉടൻ എഴുന്നള്ളും. അത് സഭാവാസികളെ അറിയിക്കൂ. കൽപ്പന പോലെ. ഭടാ, മഹാരാജാവിന്റെ ഉറക്കറവാതിലേക്ക് പോകൂ. പോകാൻ ഇല്ല, ഞാൻ പോവില്ല. കാശ് കൂട്ടി തരുവോ? എന്നെ കൃഷ്ണനാക്കാൻ പറ്റുമോന്ന്? പോടാതെണ്ടി അവിടുന്ന്. മഹാരാജാവ് പള്ളിമുറക്കമുടർന്ന വിവരം സേനാപതിയായ നമ്മെ അറിയിച്ച നിനക്ക് നാം 1000 പൊന്മണം നൽകാൻ കൽപ്പനയിട്ടിരിക്കുന്നു. കോപ്പാണ്. തല കറങ്ങി വീണാ സോഡ ഓടിക്കാൻ പൈസ തരാത്തവൻ അന്യ 1000 പൊൻപണം. ഉറക്കറവാതിലേക്ക് പോകുപെടാ. ഓടാപ്പാടുന്നു. ഇല്ലെങ്കിൽ ബാല പൊളിയും. എല്ലാരും കയറി തല്ലിക്കൊല്ലും, ഞാൻ പറഞ്ഞേക്കാം. ഞാനിപ്പൊ പോന്നു, ഇനിയും വരും. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രണാമം സേനാപതി. എടാ പട്ടി, നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ആശാനെ, അയ്യോ, രാജഗുരുവായിരുന്നോ? മഹാരാജൻ എപ്പോഴാണ് എഴുന്നള്ളുന്നത്? നമുക്കൊരു അറിവുമില്ല ഗുരു. സേനാപതി, എന്താണ് അങ്ങയുടെ മുഖത്തൊരു എടാ നാക്ക് വടിക്കാത്ത തെണ്ടി, മ്ലാനത. ആശാൻ ഇത് അറിയാമെങ്കിൽ എന്നെ ഇട്ട് ഈ പാടുപെടുത്തേണ്ട കാര്യമുണ്ടോ? ഗുരു, ഈയിടെയായി നമ്മുടെ മനസ്സ് തീരെ അസ്വസ്ഥമാണ്. രാജ്യത്ത് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ. സേനാപതി, അങ്ങ് വിഷമിക്കരുത്. നമ്മൾ സ്വയം സ്റ്റേജ് വന്ന് ബൈക്ക് ഓടിക്കുന്നതിന് പകരം നിനക്ക് ആ സ്ക്രിപ്റ്റ് എടുത്ത് പഠിക്കാൻ മേലായിരുന്നോ? സ്വയം കൃതനാർത്ഥം. ആ അർത്ഥം എല്ലാം വരുത്തുന്നതല്ലേ? മഹാരാജൻ ഹംസന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ അദ്ദേഹത്തെ വധിക്കുമെന്നായിരുന്നല്ലോ ആശാരി. ആശാരി അല്ലടാ തെണ്ടി, അശരീരി. ശരി ശരി ശരി. നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ചുമ്മാ പോയപ്പോ ഒന്ന് കയറിയതാ. ചുമ്മാ പോകുമ്പോ കയറാൻ നിന്റെ അമ്മായിയും ഇവിടെ പ്രസവിച്ച് കിടക്കുന്നു. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. എന്തോന്ന്? മധുരാപുരിയുടെ നാഥൻ രാജാതിരാജൻ ഹംസ മഹാരാജാവ് എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ. അയ്യോ, അതിപ്പോഴല്ല, എപ്പോഴെങ്കിലും വരട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞു. മഹാരാജൻ ആസനസ്ഥനായാലും എടാ തെണ്ടി അവിടെ ഇരിക്കാൻ. സേനാപതി, എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? അഹിതമാണ് മഹാരാജൻ, അഹിതം. നമ്മുടെ തന്ത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയാണ്. അഖില ലോക ഭൂലോക സുന്ദരി രാജ്ഞി ദേവസേന എഴുന്നള്ളുന്നേ. എടാ ചാണകപ്പുഴു, രാജ്ഞി ഇപ്പോഴാണോ എഴുന്നള്ളുന്നത്? ആ പെണ്ണുമ്പോൾ ഒരുങ്ങി കെട്ടി നിൽക്കണ ഞാൻ വിചാരിച്ചു ഇപ്പൊ കയറാനാന്ന്. ഇന്നേ വരെ സമയത്തിന് കയറാത്തവളാ. ഇത് ഞാൻ നേരത്തെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. എന്റെ ഈശ്വരാ, ഒരേ ഒരു രാജ വീരാധിവീര നിൻ രാജറാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീതധാരയാക്കുകെന്നെ. ആനന്ദഹംസ തോണിയേറി നിൻ ചാരുഗന്ധമേറ്റ വേള സ്വർഗത്തിലെ ദേവസേന. എങ്കിൽ വരൂ പടാ, നമുക്ക് കൊട്ടാരത്തിന്റെ പിന്നാമ്പുറത്ത് പോയി ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം. പാടാ പുറത്തേക്ക്. രാജഗുരു, അങ്ങ് പോന്നോളൂ. സേനാപതി, ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ? അല്ലാതെ വേറെ മാർഗമില്ല രാജൻ, എല്ലാം കൈവിട്ടുപോയി. ഏകദേശം 5 സീന കയ്യിന്ന് പോയത്. പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിടിച്ചു കയറിക്കൂ. എന്നാ കർട്ടനിട്ടാലോ? നാട്ടുകാര് പറിച്ചു കീറും. മൽപ്രാണനാഥ, ആ മനോമുകുരത്തിൽ അല്പനാളുകളായി ഈയുള്ളവരില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കേ. ഡയലോഗ് പ്രിയതമേ, എന്റെ ഓരോ ജീവാണുവിലും നിന്നെക്കുറിച്ചുള്ള സ്മരണകൾ മാത്രമാണ്. നീ എന്റെ പ്രേമ വൃന്ദാവനത്തിൽ പൂത്തു നിൽക്കുന്ന മലരാണ്. ശംഖുപുഷ്പം പോലൊരു മലർ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ മലരെ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മറവുരിഞ്ഞൊറിയുമ്പോൾ മലരെ നിന്നെ ഓർമ്മ വരും. മലരേ
തേന്മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടൻ നരികത്തായി അണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ മലരേ മലരേ തേന്മലരേ മലരേ. മഹാരാജൻ മഹാരാജൻ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു. എന്ത്? സർവശക്തനായ ഈ കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറാൻ ആർക്കാണ് ധൈര്യമുള്ളത്? സേനാപതി എവിടെ? ഗദയെടുക്കൂ. ഏതാ അങ്ങേരെ അവിടെ കമ്മിറ്റിക്കാരുടെ ഇടിയും കൊണ്ട് വായിക്കണം നൊരയും പതയും വന്ന് കിടക്കുക. ജീവൻ വേണേ ഓടി രക്ഷപ്പെടാൻ നോക്കടാ. സിടി കുരുങ്ങിപ്പോയി ബാലെ പൊളിഞ്ഞുപോയി അമ്പലത്തിൽ വാഴും തമ്പുരാൻ അമ്പലത്തിൽ വാഴും തമ്പുരാനെ കുറ്റം കുറവുകളേറെയുണ്ട് ഇങ്ങനെ തല്ലിയിട്ടെന്തു കിട്ടാൻ അന്യദേശത്ത് നിന്ന് അന്നം തേടി വന്ന ഒരു പറ്റം പാവം കലാകാരന്മാർ ഞങ്ങളെ അന്യരായി കണ്ടിടല്ലേ കൂട്ടുകാരായിട്ട് കണ്ടുകൂടെ അല്ലാതെ കൂട്ടം കൂടിയിട്ട് തല്ലരുതേ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടും തല്ലരുതേ